My name is Hong. My name is Me. Me. My name is Sue. Sue. Hi. How are you? Happy. സുഹൃത്തുക്കളെ നമസ്കാരം. വിയറ്റ്നാമിലെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന് സവിശേഷതയുണ്ട്. ഞാൻ ഇന്ന് ട്രെക്ക് ചെയ്തൊരു ഗ്രാമത്തിലേക്ക് പോവാണ്. ഗ്രാമത്തിലെ ഒരു വീട്ടിലേക്കാണ് താമസിക്കാൻ പോകുന്നത്. ഞാനിപ്പോ എവിടെയുള്ളത് ചോദിച്ചാൽ വടക്കൻ വിയറ്റ്നാമിൽ, അതായത് നോർത്ത് ഈസ്റ്റ് വിയറ്റ്നാമിലെ ലാവോ കായ് എന്ന് പറയുന്ന ഒരു പ്രവേശമുണ്ട്, ഇല്ലെങ്കിൽ സംസ്ഥാനം എന്ന് പറയും. ആ സംസ്ഥാനത്തിലെ സാപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലം. സാപ്പ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് വില്ലേജ് ആണ് കേട്ടോ. ഒരു പട്ടണവും ഗ്രാമങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മലയോര പ്രദേശമാണ്. ചൈന ബോർഡർ 40 കിലോമീറ്റർ മാറിയിട്ടാണ് സാപ്പയിൽ നിന്നുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വിസയും പാസ്പോർട്ടും ഉണ്ടെങ്കിൽ അകത്തേക്ക് പോകാം എന്നാണ് പറയുന്നത്, ചൈന ഭാഗത്തേക്ക്. സാപ്പ പട്ടണം എന്ന് പറയുന്നത് അത്രയും മനോഹരമായ ഒരു ടൂറിസ്റ്റ് പട്ടണം കേട്ടോ. ലോക രാജ്യങ്ങളിൽ നിന്നും ധാരാളം സഞ്ചാരികൾ വരുന്നു. അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്നെ പോലെ, ഞാനൊരു വിദേശിയാണല്ലോ, ഫോറിനർ ആണല്ലോ, എന്നെ പോലെ ധാരാളം സഞ്ചാരികൾ സാപ്പ പട്ടണത്തിലൂടെ യാത്രകൾ ചെയ്യുന്നുണ്ട്. നടന്നുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് ബാക്ക് പാക്ക് ഒക്കെ എടുത്തിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. മനോഹരമായ സ്ഥലം, അതായത് ഗ്രീനറി ഉള്ള ഒരു പട്ടണം കേട്ടോ. ടൗണിലെ പാർക്ക് ആയാൽ പോലും, ബിൽഡിംഗ് ആയാൽ പോലും എല്ലാം കളർഫുൾ ആണ്. തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള അമ്മമാര് പട്ടണത്തിലെ തെരുവുകളിലൊക്കെ ആൾക്കാർ ഇരുന്ന് കച്ചവടം ചെയ്യുന്നു. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഞാൻ ധാരാളം കാഴ്ചകൾ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് വേറൊരു രാജ്യത്തിലെ കാഴ്ചകളാണ്. നേപ്പാളിന് ശേഷം ഞാൻ കാണുന്ന മനോഹരമായ ഒരു പട്ടണ കാഴ്ചയാണ് സാപ്പ പട്ടണം എന്ന് പറയുന്നത്. മലകളാൽ ചുറ്റപ്പെട്ട സാപ്പ പട്ടണം കാണാൻ അത്രമാത്രം മനോഹരമാണ് കേട്ടോ. ഇതാണ് ഞാനിന്ന് എന്റെ ബാക്ക് പാക്ക് കേട്ടോ. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവിടെ വന്നാൽ എന്റെ ഭാരം കൂടുന്നു. കാരണം എന്റെ ഫുഡ് ഐറ്റംസ് കാരണം എനിക്ക് ക്യാരി ചെയ്യണം, ഒന്നും അറിയില്ല. ഇന്ന് പോകുന്നൊരു ഗ്രാമത്തിൽ 8 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. നടന്നു പോകണം 2 മണിക്കൂർ എടുക്കുക. അവർ പറഞ്ഞു കൊണ്ടുവരാം, കൂട്ടിക്കൊണ്ടുവരാന്നൊക്കെ. അവരെ ഉത്തരവാദിത്തമാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകേണ്ട വില്ലേജിലേക്ക്. 1000 രൂപയുടെ ഒരു താമസ സ്ഥലത്തേക്കാണ് ഞാനിന്ന് പോകുന്നത്. പട്ടണത്തിൽ താമസിക്കാൻ ഇന്ത്യൻ പൈസ 6000 5000 ഒക്കെ വരും. ഡോർമെട്രിയിലാണെങ്കിൽ 400 രൂപ. ഡോർമെട്രിയിൽ താമസിക്കാൻ സേഫ് അല്ല, നമ്മുടെ സാധനങ്ങളൊക്കെ കളവ് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം, ടെന്റ് അടിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കണം. ഇതെന്റെ ക്യാമറ, ലാപ്ടോപ്പ്, ഇതെന്റെ മെയിൻ ബാക്ക് പാക്ക് കേട്ടോ. അപ്പൊ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. പട്ടണത്തിലെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര തുടങ്ങാം. സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ചായ കുടിച്ചോ? ഇന്നൊരു ഗ്രാമത്തിലേക്ക് പോവാ കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ്. ബാക്ക് പാക്ക് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ബാക്ക് റെഡിയായി എനിക്ക് ഇന്നും സന്തോഷം. അടിക്കലും ചുറ്റയോടെ വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. 8 കിലോമീറ്റർ നടത്തും. താഴെയുള്ള റിസപ്ഷനിൽ പറഞ്ഞപ്പോൾ, ഹോട്ടലിൽ അവരോട് പറഞ്ഞപ്പോഴാണ് കാറ് ബുക്ക് ചെയ്ത് പോയിക്കോന്ന്. 6-7 കിലോമീറ്റർ നടന്നു പോകാൻ എന്നോട് ഇരിക്കുന്ന ഭ്രാന്തുണ്ടോന്ന്. അതാണ് കേട്ടോ വ്യത്യാസം. യാത്രകളൊന്നും വെറൈറ്റി ആകുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാവും. ഇത്രയും മനോഹരമായ പർവ്വത പ്രദേശത്ത് ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ ജീവിച്ചത് കുറേ വർഷം നടന്നുകൊണ്ടാണ് കേട്ടോ. ചൈന ബോർഡറാണ് അടുത്തുള്ളത്. നമുക്ക് നോക്കാം, യാത്രകൾ മനോഹരമാവട്ടെ അല്ലേ. ഹായ്. Hi. How are you? Good. What is your name? Sue. Sue. Yeah. Are you? ചിത്രൻ. Chicken. Oh, good name. താങ്ക് യു. Yeah, it's okay. ഞാൻ മുകളിലൂടെ കറങ്ങിയാണ് പോകുന്നുണ്ടായത്. അപ്പോൾ I go with you. ആ Go with you like the village. I come shopping. ഓക്കെ. I follow you. I follow you like a Winnie and you hold my children shopping nothing. I carry mini thing. ഓക്കെ. അവരെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. റോഡിലൂടെ പോകുന്നത് ഒരു ഷോർട്ട് കട്ട് പാതയുണ്ട്, അതിലൂടെ പോകാന്നാണ് പറയുന്നത്. നോക്കാം എന്തായാലും. പാവം അമ്മമാര് കേട്ടോ. നല്ല ആൾക്കാരാണ് കേട്ടോ. ഞാനെൻ്റെ ലഡാക്ക് യാത്രയിലൊക്കെ കണ്ട ഉൾഗ്രാമവാസികളെ പോലെയുണ്ട്. നോക്കാം എന്തായാലും. ഏതോ ഒരു സ്ഥലത്ത് കൂടി ഞാൻ പോകുന്ന കേട്ടോ. എനിക്കൊന്നും ഐഡിയ ഇല്ല.
കാടും മേടും കയറി. ഇത് ഗ്രാമവാസികൾ പോകുന്ന വഴിയാ കേട്ടോ. പക്ഷെ ഇവിടെ മണ്ണ് മാന്തി ഇട്ടുകൊണ്ട് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. നോക്കാം എന്തായാലും. മാപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം ഞാൻ ചോദിക്കുകയാണ്. ഗൂഗിൾ മാപ്പ് പറയുന്നത് റോഡിലൂടെ പോയിക്കോ, വേഗം എത്തുമെന്നാണ്. നമുക്ക് നേരം നോക്കാം. ഓഹോ യെസ്, അങ്ങനെ ഒരു വഴി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ നമുക്ക് പോവാം. ഷോർട്ട് കട്ടാണെങ്കിൽ നല്ലതായിരുന്നല്ലേ. ഒമ്പോ എന്താ സീനറി നോക്കിയേ. മുകളിൽ വലിയൊരു ഹോട്ടൽ കാണുന്നുണ്ട്, സാപ്പയിലെ. താഴെ ഒരു വീട് കാണുന്നുണ്ട്. അവിടെ പോയി നോക്കാം എന്തായാലും. വഴി പറഞ്ഞു തരാൻ എടുക്കില്ല, ആൾക്കാരുണ്ടാ മതിയായിരുന്നല്ലേ. ഇങ്ങനെയാണ് കേട്ടോ വഴി വരുന്നത്. ഒന്ന് കാല് വഴുതിയാൽ ഞാനും എൻ്റെ ബാഗും എൻ്റെ ക്യാമറ എല്ലാം താഴെ കിടക്കും കേട്ടോ. ഓഹോ, ആരും കാണുന്നില്ല കേട്ടോ ഇവിടെയൊന്നും. ചെയ്യാമേ അങ്ങനെ ഈ രാജ്യത്ത് വന്നിട്ടൊരു ഗ്രാമത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആഹാ, താഴെ അവരുടെ കൃഷിയുടെ ഒക്കെ ഉണ്ട്. ഹലോ ഹലോ, ഒരാളെ പോലും കാണുന്നില്ലല്ലോ. സാറല്ല, വഴി കണ്ടുപിടിക്കണം, എന്നിട്ട് തന്നെ കാര്യം. വിചാരിച്ചതുപോലെ തന്നെ വഴി മാറിപ്പോയി കേട്ടോ. വേർ സ്ട്രേറ്റ് സ്ട്രേറ്റ്. ഓക്കെ, താങ്ക് യു. അയ്യോ, ഇവിടെ 2025 വർഷം കേട്ടോ. 10 ദിവസം കഴിഞ്ഞ് ഇവരുടെ ന്യൂ ഇയർ ആണ്, പുതിയ വർഷം തുടങ്ങും. അതിനുള്ള പൂക്കളൊക്കെയാണ് കേട്ടോ താഴെ കാണുന്ന ചെറിയ ബ്ലോസം എന്നൊക്കെ പറയും കേട്ടോ. അയ്യോ, 2 കിലോമീറ്റർ വെറുതെ ഞാൻ മല ഇറങ്ങില്ലേ. സാരമില്ല, മല ഇറങ്ങിയതുകൊണ്ടല്ലേ എൻ്റെ ബാക്കത്തെ വീടും ഇതൊക്കെ എനിക്ക് കാണാൻ സാധിച്ചത്. വാവ് വാവ്, ഭ്രാന്തനാണ് ഞാൻ. കിങ് കോബ്രാസ് ഒക്കെ ഉള്ള ഒരു കാടാണ് കേട്ടോ സാപ്പ എന്ന് പറയുന്നത്. ഇവിടെ ധാരാളം പാമ്പുകൾ ഉണ്ടെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. വരുന്ന വഴിയിൽ 2-3 വിദേശികളെയും അവരെ വഴി കാട്ടുന്ന ഗൈഡായ ഗ്രാമത്തിലെ അമ്മമാരെയും കണ്ടു കേട്ടോ. അവർ പറഞ്ഞു തന്നൊരു വഴിയാണിത്. അവരിവിടെ പോകാൻ പറ്റും. പോകണമെങ്കിൽ ഏകദേശം ഇന്ത്യൻ പൈസ 3000 രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. സാറില്ല, നമുക്ക് എന്തായാലും ഒറ്റയ്ക്ക് പോവാം. കാരണം കുറേ നാൾ ശീലമുള്ളതല്ലേ. അവർക്ക് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വരുന്ന കാണുമ്പോൾ പേടിയുണ്ട് കേട്ടോ. ഒരുപക്ഷെ ഇങ്ങനെ പാമ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ടായിരിക്കും, നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ 3000 രൂപ സ്പെൻഡ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇല്ല, നമുക്ക് പോവായിരുന്നു. പക്ഷെ സ്ഥലങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. എന്താ നോക്കിയ സ്ഥലം, ആഹാ, ഒരു കാടന്തരീക്ഷല്ലേ. ഏതോ ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മ, ഇവരെങ്ങനെയാണ് വണ്ടി ബൈക്കാണ് കേട്ടോ. ഇതാണ് വിയറ്റ്നാമിൽ കൂടുതലും കാണുന്ന ഒരു ചെറിയൊരു ബൈക്ക് സ്കൂട്ടറാണെന്ന് പറയാം കേട്ടോ. ഇതുപോലെയുള്ള വലിയ കുന്നൊക്കെ ഇവർ കയറ്റിയിട്ടാണ് ഈ സ്കൂട്ടർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. മരമൊക്കെ കൊണ്ടാട്ടോ ഈ വീട് നിർമ്മിച്ചത്. താഴെ മാത്രമാണ് ഇവർ കല്ല് പാകിയിരിക്കുന്നത്. അമ്മ, കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ കൂടുതൽ ഇവിടെ ജീവിക്കുന്നത്. ഇതാണ് വഴി കണ്ടോ, ഇങ്ങനെ പോകണ്ടേ. ആഹാ, ഒരു ഡിഫറൻ്റ് ആയൊരു ജീവിതം കേട്ടോ. ഇതിലൂടെ ബൈക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അത്ഭുതം കേട്ടോ. ഞാൻ കുറേ മലയോര ഗ്രാമങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ബൈക്ക് കൊണ്ടുപോകുന്നവരെ കണ്ടത് ഈ ഒരു ഏഷ്യൻ കൺട്രിയിൽ, ഈ തായ്ലൻഡ് ഇല്ലെങ്കിൽ വിയറ്റ്നാം ഇങ്ങനെ തുടങ്ങിയ ഭാഗങ്ങളിലാണ് കൂടുതലും തോന്നുന്നു. കോഴിയൊക്കെ കണ്ടോ, നല്ല പോലെ മാംസാഹാരം കഴിക്കുന്ന ജനങ്ങളാണ് കേട്ടോ. മനോഹരമായ ഗ്രാമം കേട്ടോ. ഭയങ്കര ശാന്തത തോന്നിക്കുന്നൊരു സ്ഥലം. പേര് ചോദിക്കാൻ പോലും ആരുമില്ലല്ലോ ഗ്രാമത്തിൻ്റെ. ഇതിലൂടെയാണെന്ന് തോന്നുന്നു പോകേണ്ടത്. എനിക്കൊരു ഐഡിയ ഇല്ല പോകേണ്ട വഴി ഏതാണെന്നൊന്നും. നമുക്ക് നോക്കാം. അമ്പ, വീട് കണ്ടോ, താഴെ ഇഷ്ടികയും മുകളിലും മരമൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതെന്താ മിഷൻ. അമ്പ, ഏതാ വില്ലേജ് അല്ലേ. നമുക്കിതിലൂടെ പോയി നോക്കാം. വലിയ പൈസ കൂടിയ മരത്തിൻ്റെ വാതില തോന്നുന്നു കേട്ടോ. ആരും ഇല്ല കേട്ടോ ഇവിടെ. ഓ, സൂര്യപ്രകാശം വരുന്നപ്പം ഗ്രാമത്തിൻ്റെ ഭംഗി നോക്കിയേ.
താഴൊക്കെ പൂക്കൾ കണ്ടോ. ഇവിടെ ന്യൂ ഇയറിന് ഈ പൂക്കൾ ഉപയോഗിക്കും കേട്ടോ. 10 ദിവസം കൂടി കഴിഞ്ഞ് ഇവിടെ പുതിയ വർഷമാണ്. അതായത് ഫെബ്രുവരി 10-നാണ് കേട്ടോ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. 2026 ഫെബ്രുവരി 10-നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഡുങ്കുടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വാ, ഏതാ വ്യൂ നോക്കി ഇവിടുത്തെ. ഇങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ടാകും കേട്ടോ പോകുന്ന വഴിയിലൊക്കെ. ഇതൊരു പച്ച വെജിറ്റബിൾസ് ആണ് കേട്ടോ. ഓക്കെ, പുതിയൊരു കട കേട്ടോ. നോക്കി ഇവര് ചെയറൊക്കെ നോക്കി എന്ത് രസം. ഓക്കെ, ഇറ്റ്സ് ഗുഡ് ചെയർ. ചെയർ ഇസ് ഗുഡ്. വാട്ട് ഈസ് യുവർ നെയിം? Mai? Yeah. Just Mai? Yeah. Okay. Chitran. Chitale. Very large name. Yeah. Chitran. Long name. Thank you. ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. എന്താല്ലേ രസം നോക്കിയ സ്ഥലം. ഹായ്. ഹാപ്പി. ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. വഴി കാണിച്ചു തരാൻ വേണ്ടി കുറെ അമ്മമാർ കൂടെ വന്നു, കുറെ ഏട്ടന്മാർ വന്നു. ഐ ആം വെരി ഹാപ്പി ടുഡേ. യാ, ഇംഗ്ലീഷാണ് കേട്ടോ. ഇവിടെ വന്ന ശേഷം മൊത്തം ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. തട്ടി മുട്ടിയിട്ടാണെങ്കിൽ ഞാൻ പിടിച്ചേക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചാൽ അത് പഠിക്കും. കാരണം ഇത് വേറെ രാജ്യമാണ്, മൊത്തം ഇത് ഫോറിനേഴ്സാണ് ഉള്ളത്. ഗ്രാമത്തിലെ ആൾക്കാർക്കൊരു ഇംഗ്ലീഷ് അറിയാം കേട്ടോ. അമ്മമാർക്കൊരു ഇംഗ്ലീഷ് കുറച്ചെങ്കിലും അറിയാം. അതിന്റെ കാരണം വിദേശികൾ, ഞാൻ എന്നെ പോലുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതുകൊണ്ടാട്ടോ. ഓക്കെ, കണ്ടോ സ്നേഹമുള്ള മനുഷ്യർ ഇവിടെ ഉണ്ട് കേട്ടോ. എന്റെ ലഡാക്കി അമ്മയാണ് നിങ്ങൾ എന്റെ കൂടെ കാണുന്നത്. യാ, ഹായ്, ഹൗ ആർ യു? ഹലോ, ഹേയ്. കുറേ നേരമായി പർവ്വതങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. എൻ്റെ കണ്ണിൽ ഞാനൊരു കാഴ്ച കണ്ടിട്ട് ഇറങ്ങി വന്നതാണ്. നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം എത്രത്തോളം മനോഹരാണെന്ന്. എൻ്റെ അമ്മ, എത്ര സുന്ദരമായൊരു കാഴ്ചയാണ് നോക്കിയേ. എന്താ കളറല്ലേ ഇതിൻ്റെ. ഇതിലെന്തെങ്കിലും ഉണ്ടാവോ ദൈവമേ. എന്തായാലും ഒരുപാട് സന്തോഷമായി കേട്ടോ. ഈ പാറക്കെട്ടുകളൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ പോലെ കേട്ടോ, ഭീകരമായൊരു സിറ്റുവേഷൻ പോലെ തോന്നുന്നു. പക്ഷെ ഐ ആം വെരി ഹാപ്പി ടുഡേ. ജീവിതത്തിൽ ഹാർഡ് വർക്ക് ഉണ്ടാകുമ്പോഴാണ് കേട്ടോ നമ്മൾക്ക് കിട്ടുന്ന പ്രതിഫലം വലുതായി കാണുന്നത്. എനിക്ക് കിട്ടിയ പ്രതിഫലമാണ് കേട്ടോ ഇന്ന്. എൻ്റെ ഇന്നത്തെ ശമ്പളമാണ് നിങ്ങളീ കാണുന്ന കാഴ്ച. ഒയ്യോ, എൻ്റെ എന്ത് മനോഹരം. പാമ്പുകളുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ സൂക്ഷിക്കണം എന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ പറഞ്ഞത്. മുകളിലൊക്കെ ഉണ്ടോ പാലം പോകുന്നുണ്ട്, വലിയൊരു പാലം. അവിടെ നിന്നാണ് ഞാൻ താഴോട്ടേക്ക് നടന്ന് വന്നത് കേട്ടോ. എത്രത്തോളം സ്ട്രഗിൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. ലഗേജ് ഒന്നും എവിടെയും വെച്ചിട്ട് വരാൻ പറ്റില്ല കേട്ടോ. അഥവാ കാണാണ്ടായാലോ ആ ചിന്ത കൊണ്ടാണ് ഞാൻ ഏറ്റി നടക്കുന്നത്. എന്തായാലും സന്തോഷം. ഇവിടുന്ന് വേഗം പോകണം കേട്ടോ ഇനി. വിയറ്റ്നാമിലെ കൊച്ചു മക്കളാണ് കേട്ടോ. അവരോടുന്ന് വീഗാലാൻഡിൽ അവർ കളിക്കുകയാണ്. ഹായ്, ഹലോ, ഹൗ ആർ യു? വാട്ട് ഈസ് യുവർ നെയിം? കുഞ്ഞു മക്കളാട്ടോ. ഇതാണ് ഇവരുടെ നാട്. ചെറിയൊരു ഗ്രാമം കേട്ടോ. സാപ്പ എന്ന് പറയും. സാപ്പയിലെ ഉൾഗ്രാമത്തിലേക്കൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. സന്തോഷമായി കേട്ടോ. കൊച്ചു മക്കളുടെ വിസ്മയ പാർക്കും വീഗാലാൻഡൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ ബാഗിൽ ഒരുപാട് ചോക്ലേറ്റും ആയിട്ടാണ് ഞാൻ ഈ ഒരു യാത്ര ചെയ്തത്. ഇവിടുന്ന് വരുമ്പോൾ തന്നെ വീട്ടിലെ അമ്മമാരും ഗ്രാമത്തിൽ നിന്ന് കാണുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കുറേ കൊച്ചുമക്കളുണ്ടാകും, അവർ പൈസ ഒക്കെ ചോദിക്കും, അതിന് പകരം മിഠായികൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും സന്തോഷം കേട്ടോ. ഒരുപാട് മനുഷ്യരെ കാണാൻ സാധിച്ചു, ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം അറിയാൻ സാധിച്ചു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചെറിയൊരു കാര്യം മാത്രമാണ്. നമ്മുടെ ഇല്ലായ്മയിലൊന്നും പരാജയപ്പെടാതെ ഉള്ളത് കൊണ്ടും മനുഷ്യരെ സന്തോഷിക്കാൻ സാധിക്കും. കുറേ കുഞ്ഞു മക്കൾ കേട്ടോ എൻ്റെ വയ്യെ നടന്നു വരുവാണ്. അവരെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടോ. ഒരു ചെറിയൊരു വില്ലേജ് കേട്ടോ. പക്ഷെ പാവം മക്കള് ഒരാളെടുത്ത് മാത്രമേ എനിക്ക് വാങ്ങാൻ പറ്റില്ല. വാങ്ങി ഇവിടെ അടിപിടി കൂടും കേട്ടോ. ഓക്കെ, താങ്ക് യു.
അവര് പണം ആട്ടോ എന്നോട് ചോദിക്കുന്നത്. പക്ഷെ കുഞ്ഞു മക്കളല്ലേ, ഒരാളടുത്ത് ഒന്നും വാങ്ങാൻ പറ്റില്ല. അയ്യോ എന്താ ചെയ്യാനാണ് ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോ ഒന്നും പറയാതെ പോവാണ് കേട്ടോ ഞാൻ ചെയ്യുക. ഹലോ സത്യം പറഞ്ഞ എനിക്ക് വിഷമമുണ്ട്. എന്താണ് ഇവരോട് പറയാ, ഞാൻ ഇങ്ങനെ നടക്കും കേട്ടോ, ആരോടൊന്നും വർത്താനം പറയാതെ. ഹലോ I have already one piece in my bag. What I can do? അയ്യോ ഇതാ സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം വന്ന് അതേപോലെ ഞാൻ കിടന്നുറങ്ങി. ഇപ്പോഴാണ് എണീക്കുന്ന. കാരണം കാലാവസ്ഥ മുഴുവനും കോടമഞ്ഞ് കൊണ്ടുപോയി. വളരെ മോശം കാലാവസ്ഥയിലാണ് ഉള്ളത്. ഈ ഗ്രാമത്തിൻ്റെ പേര് ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ. തോൻലോ ലാവോച്ചായ് എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. തോൻലോ ലാവോച്ചായ് അങ്ങനെ നമുക്ക് കിട്ടത്തുള്ളൂ. രണ്ട് അക്ഷരം വെച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ പേരുകളും, മനുഷ്യരുടെ പേരും സ്ഥലത്തിൻ്റെ പേരടക്കം. സാപ്പ കണ്ടോ, അതായത് നമ്മുടെ അയ്യൂർ പ്രൊവിൻസിലെ സാപ്പ എന്ന് പറഞ്ഞ 2 പേരാണ്. സാപ്പ പട്ടണത്തിൻ്റെ അകത്തുള്ള ഒരു ചെറിയ പർവ്വത ഗ്രാമമാണ് കേട്ടോ തോൻലോ ലാവോച്ചായ് എന്ന് പറയുന്ന. മോങ് എന്ന് പറയുന്ന ഒരു പർവ്വത ജനവിഭാഗമാണ് കൂടുതലുമായിട്ടും ഈ ഗ്രാമത്തിലുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ റാവോ, ഗായ് ഇങ്ങനെ തുടങ്ങിയ മനുഷ്യരും ജീവിക്കുന്നു. ചെറിയ അതായത് കൂടുതലും ബുദ്ധമത വിശ്വാസികളും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്രിസ്ത്യൻ സൊസൈറ്റിയും ഇവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ യാത്രയിൽ ഹനോയ് പോലെയുള്ള പട്ടണം കണ്ടപ്പോൾ സത്യം ഒരു അത്ഭുതപ്പെട്ടു പോയി. വിയറ്റ്നാം എന്ന രാജ്യത്തിലെ ക്യാപിറ്റൽ ഇത്രയും മനോഹരമായിരുന്നു എന്ന്. ഗ്രാമത്തിലെത്തിയപ്പം നേരെ തിരിച്ചായിരുന്നു കേട്ടോ. നേപ്പാൾ യാത്രയിൽ ഞാൻ കണ്ടതെന്താ, നല്ല പൊക്ര, മനോഹരമായ പൊക്രയും നല്ല പ്രകൃതി ഭംഗിയും. ഉൾഗ്രാമത്തിലേക്ക് പോയപ്പം ഡെവലപ്പൊക്കെ കുറവല്ലേ, അതേപോലെ തന്നെ ഈ സ്ഥലവും കേട്ടോ. ഗ്രാമത്തിൽ വന്നപ്പോൾ ഭയങ്കര വിഷമം തോന്നി. മനോഹരമായ പ്രകൃതിയാണ്, പക്ഷെ ഒരു ഡെവലപ്പില്ല കേട്ടോ. റോഡില്ല ഇവർക്ക്. വാഹനത്തിൻ്റെയൊക്കെ കളറ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആൾക്കാർ കുപ്പായത്തിൽ പോലും അത്ര വലിയ പൊടി അടിക്കുമ്പോൾ മണ്ണൊക്കെ അങ്ങനെയുള്ളൊരു സ്ഥലം കേട്ടോ. പക്ഷേ അതിലൊന്നൊരു പ്രശ്നമൊന്നുമില്ല, കാരണം നല്ല മനുഷ്യർ തന്നെയാണ്. പക്ഷേ ഇത്രയും നല്ലൊരു സ്ഥലത്ത് നല്ല റോഡ് വന്നെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ നല്ല ജീവിതം കിട്ടുമെന്ന് ആഗ്രഹിച്ചു പോയി കേട്ടോ. അതൊക്കെ പോട്ടെ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഞാനിപ്പം ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോവുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയാണ് കേട്ടോ. കൃഷിയും സഞ്ചാരി സേവനവും മാത്രമാണ് ഇവർക്കുള്ള വരുമാന മാർഗ്ഗം. അല്ലാതെ വേറൊരു പൈസയോ കാര്യങ്ങളോ ഒന്നും ഇവർക്കില്ല കേട്ടോ. പിന്നെന്താ പറയുക, യാത്രകൾ തുടരുകയാണ് ഗ്രാമത്തിലൂടെ. താഴോട്ട് ഇറങ്ങി പോയിട്ട് ഇനി കുറേ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കണം കേട്ടോ. ഞാനിപ്പോൾ പറയുന്ന നേരത്തിന് കുറേ കാഴ്ചകൾ എത്തിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാനെൻ്റെ ഇന്ത്യയിൽ നേപ്പാൾ സഞ്ചരിച്ചതുപോലെയല്ല ഓരോ രാജ്യങ്ങളും കുറേ വ്യത്യാസമുണ്ട്. വീഡിയോ എടുക്കണമെങ്കിൽ പോലും പെർമിഷൻ വേണം. ഗ്രാമത്തിൽ ഗൈഡില്ലാത്ത കൊണ്ട് തന്നെ എനിക്കൊരു ക്യാമറ എടുത്ത് പോകുമ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ, നേരിടുന്നുണ്ട്. എന്തായാലും സാറില്ല, നമുക്ക് തുടരാം. വീട്ടുകാരെയൊക്കെ ഞാൻ മെല്ലനെ നിങ്ങളിലേക്ക് കാണിച്ചു തരാം. ഹായ്, ഞാൻ താമസിക്കുന്ന വീട്ടിലെ കുട്ടികളാ. ഹായ്, യുവർ നെയിം? ഇത് രസമല്ലേ, കിട്ടിയത് ബ്യൂട്ടി സോപ്പ് എന്ന് പറയുന്നത്. കിട്ടിയൊരു കുട്ടിയാണ്. ഹായ്, കുറേ കുട്ടികളുണ്ടോ കേട്ടോ ഈ വീട്ടിൽ. ഹലോ, വാട്ട് ഈസ് യുവർ നെയിം? My name is Nee. Sunil. Nee. Nee. Yeah. Okay, your name is Nee. Okay, it's very beautiful. Okay, thank you. You're welcome. My name is Chitran. Chitran. Yeah, Chitran. Chitran. Yeah. നല്ല കുട്ടികളാണ് കേട്ടോ. ബൈ ബൈ. ഈ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം ചിക്കൻ ഫ്രൈഡ് റൈസ് ആട്ടോ. ഇവരെ ഫ്രൈഡ് റൈസ് ഭയങ്കര ടേസ്റ്റാണ്. ഇതിന്റെ മെയിൻ ആൾക്കാരാണ്. അരിയൊക്കെ ഇവരെ ഗ്രാമത്തുള്ളതാണ്. ചിക്കനും ഇവരെ ഗ്രാമത്തിനുള്ളതാണ്. നമ്മളെ നാടൻ പൂവൊക്കെ അതൊക്കെ വീട്ടിൽ വളർത്തുന്നവര്. ഇന്ത്യൻ പൈസ ഒരു 270 രൂപ കേട്ടോ. ഇന്ത്യൻ പൈസയാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ ഒരു വലിയൊരു കടയിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഈ പൈസ കൊടുക്കേണ്ടി വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാറില്ല,
അതിന് ഉള്ളി എന്തൊക്കെ ഇടുന്നു പറഞ്ഞത്. ഞാൻ ഫുഡ് പരിചയപ്പെടുത്തിയിട്ടാന്ന് ആർക്കും പരാതി വേണ്ട. ഉള്ളി, ക്യാരറ്റ്, പിന്നെ ബീട്രൂട്ട്, ചിക്കൻ, പിന്നെ ചോറ്, പിന്നെ മുളക്. എങ്ങനെ എരിവിലും മുളക് ഉണ്ട് കേട്ടോ. പിന്നെ കുറെ കെമിക്കൽസ് പറഞ്ഞാൽ നമുക്കിതിൽ ചേർക്കത്തില്ല. ഒരു കോപ്പയിൽ തരും ഇതിൽ ഒഴിക്കാൻ വേണ്ടി. പക്ഷെ മുളകാണ് കേട്ടോ. സോസ് പോലത്തെ ഒരു സാധനം തരും. ഞാൻ പൊതുവെ കഴിക്കാറില്ല. അപ്പൊ എന്തായാലും കഴിക്കാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഗ്രാമത്തിലേക്ക് പോകുന്ന വാഹനങ്ങളെന്ന് പറയുന്നത്. എൻ്റെ അമ്മ എന്ത് ഡിഫിക്കൽട്ടോ. ഓക്കെ, ഹായ്. നോ 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 നോ. ഓക്കെ ഓക്കെ. ദയ്യവേ, എൻ്റെ സംസാരം കേട്ടിട്ട് വണ്ടിയാണ് നിർത്തിയത് കേട്ടോ. എന്ന് വെച്ചാൽ അത് ട്രാൻസ്പോർട്ടേഷൻ കൂടിയാണ് കേട്ടോ. സഞ്ചാരികൾ വന്ന് അവരെ താഴെ കൊണ്ടാക്കിയാൽ അവർക്ക് ഏതാന്ന് 1,00,000 രൂപ കിട്ടും. 1,00,000 VND ആണ് കേട്ടോ. ഇന്ത്യൻ പൈസ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയൊരു എമൗണ്ടാണ് വരുന്നത്. നോക്കിയേ, സ്ഥലം കണ്ടോ, മൊത്തം കോടമഞ്ഞ് മൂടിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വരേണ്ട ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നെൽകൃഷീൻ്റെ ഫിനിഷിങ് ഒരു സമയം ഉണ്ടാവും അല്ലേ. ആ സമയത്ത് വന്ന് നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണ്. ഇതുണ്ടോ വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. ഇവർ ഈ റൂട്ട് ഇങ്ങനെ ഉപയോഗിച്ചല്ലോ. എൻ്റെ അമ്മ, എന്ത് റിസ്ക് ആയിട്ട് ഇരിക്കുന്നൊരിക്കലും ആവില്ല. കാണുമ്പോൾ പേടി തോന്നുന്നു. എത്ര വലിയ ഹൈറ്റിലേക്കാണ് കേട്ടോ ഇവർ പോകുന്നത്. എൻ്റെ അമ്മ, ഏതോ സ്കൂളുണ്ട്. ആ സ്കൂളിൽ എന്തോ ഒരു പരിപാടീൻ്റെ സൗണ്ടാട്ടോ കേൾക്കുന്നത്. ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്ടിലെ പട്ടിക്കുട്ടൻ. ഹായ്. സ്ഥലങ്ങളൊക്കെ ഇവർ എന്താണ് പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്, ക്ലീനാക്കി ഇട്ടിട്ടില്ല. ഹലോ. വരുന്നില്ല കേട്ടോ അത് കണ്ടോ. ഹലോ. ബൈ ബൈ. ഗ്രാമത്തിലെ ഒരു കടയിൽ കയറിയതാണ്. ഇതൊക്കെ ഇവിടുത്തെ കൾച്ചർ വസ്ത്രങ്ങളാണ് കേട്ടോ. അതായത് ഓരോ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ്. ഗ്രാമവാസികൾ ഇത് മുഴുവൻ സമയം ഉപയോഗിക്കും. അതിന് കാരണം സഞ്ചാരികളെ സ്വീകരിക്കുന്നത് ഈ വസ്ത്രം ഇട്ടിട്ടാണ് കേട്ടോ. അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് അമ്മമാർ ഈ വസ്ത്രങ്ങൾ എപ്പോഴും ഉപയോഗിക്കുമെന്ന് പറയുന്നത്. ഈ മിഷനിൽ നിന്നാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലൊരു അമ്മ എൻ്റെ അടുത്തുണ്ട്. എൻ്റെ അമ്മ, ഇതിനൊക്കെ ഭയങ്കര പൈസയുണ്ട് കേട്ടോ. ഈ തുണിക്കൊക്കെ നല്ല പൈസയുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. ബാഗ് മുതൽ കീ ചെയിൻസ്, നമ്മളെ പേന ഇട്ട് വെക്കുന്ന സാധനങ്ങൾ, അങ്ങനെ തുടങ്ങിയ കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ അമ്മ, ഇതുണ്ടോ ചോളമൊക്കെ അടുക്കി വെച്ചിട്ട്. ചോളം കണ്ടോ മുകളിൽ. ഒരു പഴയ കാല ഗ്രാമം കേട്ടോ. ഇത് കളറാണ് കണ്ടോ. ഇങ്ങനെയാണ് കളർ ഉണ്ടാക്കുന്നത്. വസ്ത്രത്തിനൊക്കെ കളർ ഉണ്ടാക്കുന്നത് കണ്ടോ. ഓരോ ഫ്ലവേഴ്സ് ഇല്ലേ, പുഷ്പത്തിൻ്റെ ഒക്കെ ഇത് വെച്ചിട്ടാണ് ഇവര് കളർ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. എൻ്റെ എന്താ രസം നോക്കിയേ. പട്ടിക്കുട്ടന്മാരും കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവർ ഹാൻഡ് മെയ്ഡ് ആക്കി നിർമ്മിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര പൈസ കൂടുതൽ. നമ്മുടെ പേഴ്സൊക്കെ കണ്ടോ. ഇത് പേഴ്സാണ് കണ്ടോ. എൻ്റെ കളർഫുൾ ആയിട്ടുള്ള പേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. നല്ലൊരു അമ്മയെ എനിക്ക് കാണാൻ സാധിച്ചു. രാവിലത്തെ ഭക്ഷണം കണ്ടോ. പാൻ കേക്കാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ നല്ലപോലെ പാൻ കേക്ക് കഴിക്കുന്ന ജനങ്ങളാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രൂട്ട്സാണ് തന്നെ കേട്ടോ. ഇത് എന്തോ മധുരമില്ല സാധനമാണ്. നമുക്ക് ഇത് വേണ്ട, ഞാൻ കഴിക്കില്ല. ഇന്ന് നല്ല തണുപ്പുണ്ട്. മഴക്കൊക്കെ നല്ല ചാൻസ് ഉള്ളൊരു ദിവസമാണ് കേട്ടോ. നോക്കാം എങ്ങനെയുണ്ടോ അവിടെ പാൻ കേക്ക്.
ഇത് മൊത്തം ഞാൻ കഴിക്കില്ല കേട്ടോ, ഞാൻ കുറച്ചേ കഴിക്കും, ബാക്കി ആർക്കും തിരിച്ചു കൊടുക്കും. പഴവും ഈ ആപ്പിളും ഞാൻ കഴിക്കും കേട്ടോ, എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. തൊട്ടടുത്തുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏകദേശം 4 കിലോമീറ്റർ ട്രെക്കിംഗ് കേട്ടോ ഗ്രാമത്തിൽ നിന്ന്. ഈ മലമുകളിലേക്കുള്ള യാത്രയൊക്കെ ഉണ്ട്, പക്ഷെ മൊത്തം കോടമഞ്ഞ് മൂടിയിരിക്കുവാണ്, എന്താ ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. വീട്ടുകാരെൻ്റെ ഡ്രസ്സ് മൊത്തം അലക്കിയിട്ടായിരുന്നു കേട്ടോ. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഞാനവർക്ക് കൊടുത്തതേ ഉള്ളൂ, അവരെന്നാണ് മൊത്തം അലക്കി തന്നത്. സാധാരണ കസ്റ്റമേഴ്സിൻ്റെ, അതായത് ഇവിടെ വരുന്ന സഞ്ചാരികളുടെ ഡ്രസ്സൊക്കെ അവർ തന്നെ നടക്കുക, പക്ഷെ എന്തോ അറിയില്ല, എനിക്ക് അവർ ഹെൽപ്പ് ചെയ്ത് തന്നു. സാരമില്ല പോട്ടെ. കാലാവസ്ഥ വളരെ മോശമാണ് കേട്ടോ, ഇന്നും വളരെ മോശമാണ്. ഇന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ്, ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്, എനിക്ക് വേറൊരു സ്ഥലത്ത് താമസമുണ്ട്. ഇതൊക്കെ ഓൺലൈൻ ചീപ്പായിട്ട് കിട്ടുന്ന താമസങ്ങളാട്ടോ ഞാൻ സ്വീകരിക്കുന്നത്. ഗ്രാമത്തിൽ മാത്രമാണ് ഇന്ത്യന് പൈസ 600 മുതൽ 1000 വരെ താമസം കിട്ടത്തുള്ളൂ, പുറത്ത് പോയി എവിടെയും കിട്ടില്ല കേട്ടോ. നോക്കാം എന്തായാലും അങ്ങോട്ടേക്ക് തിരിച്ചിറങ്ങണം. ഈ വീട്ടിൽ നിന്നും പോവാണ് കേട്ടോ. ബൈ ബൈ. നെയിം What is your name? Pensi. My name is Home. My name is Snee. Snee. My name is Sue. Sue. Your name? My name is Cham Anh. Chem An. Okay, thank you. Okay, bye. Bye. Hi. Good morning. Where are you going? ഹായ്. ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ഞാൻ കണ്ടതാണ് നല്ല എന്താണ് പച്ചപ്പുള്ള മുളങ്കാട് കേട്ടോ. എന്താ രസം നോക്കിയേ, പേടിപ്പിക്കുന്നത് പോലത്തെ ഒരു സ്ഥലം കേട്ടോ, പക്ഷെ ഭയങ്കര പീസാണ് കേട്ടോ സ്ഥലത്ത്. അയ്യോ എന്താ ഭംഗി നോക്കി, ഭയങ്കര ഒരു വെളിച്ചം കേട്ടോ. ഒരു ഗ്രാമത്തിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു സ്ഥലം. എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നോക്കി. ആഹാ. ഹലോ, ഹായ്. Spicy Vietnamese. Yeah. Yes, typical of Vietnam. Yeah, Vietnam and chili. Chili Vietnam. Okay. This is What? citronelle. Citronelle. Yes, it's a flavor of lemon, Oh, lemon. but herba. Okay. It's herba with flavor of lemon. In Vietnam, like cooking with this. Very, Yeah. very this in the Yeah. food. King. Yeah, But not this. No sandwich. listen, Different rice, curry type. with rice. Yeah. Do you want rice? I am. Huh? No, it's enough for me. Are you sure? Yeah. Okay, good. ഈ
ഈ വീട്ടിലെ കിച്ചണാണ് കേട്ടോ. ഒരു ഹോം സ്റ്റേ ആണിത്. ഇവിടെ ആരുമില്ല, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ഇവിടെ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പുറത്തേക്ക് പോയിട്ടായിട്ടുള്ളത്, ഹനോയ് പോലുള്ള പട്ടണങ്ങളിൽ. അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ടുവച്ച ഭക്ഷണമാണ്. ഞാൻ എന്താണ് ചിക്കൻ കൊണ്ടു കൊടുത്തു, അതിന് പകരം എനിക്ക് ആക്കി തരും കേട്ടോ, പാവം. Mais quand je peux, je cuisine. Comme ça, je dépense moins d'argent. Et puis, c'est quelque chose que j'aime faire. Donc, ça me fait plaisir. Et de le faire pour toi, c'est un Vidéo? This is my language, Malayalam. No problem. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. I don't know how to eat this. No? Okay. No, but it's okay. Yeah. I will try. Yes. Okay. I. ഇവിടുത്തെ ആൾക്കാർ 2 കൊള്ളി കൊണ്ടാണ് ഭക്ഷണം കഴിക്കുക. പക്ഷെ എനിക്കിത് അറിയില്ല കഴിക്കാൻ എങ്ങനെയാണ്. എനിക്ക് സ്പൂൺ കൊണ്ട് തരും കേട്ടോ ഇപ്പൊ. Okay, you try this. Yes. How to Is try? practice. I practice very much, and now I'm good for this. Okay. പുള്ളിക്കാരൻ ആദ്യം അറിയില്ലായിരുന്നു, പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ പറയുന്നത്. Oh, it's big. Okay. And eating. Oh, yeah. Oh, tomorrow Yeah. you eating. Yeah. One day for eating one food. Yeah, it's good. Huh? Yeah. നമ്മളെ മഷ്റൂം ഇട്ടിട്ടുണ്ടാക്കിയ ഓംലേറ്റ് ആട്ടോ. Do you want salt? 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 No, it's No? good. Correct. Yeah? Are you sure? Yeah. Thank you. നല്ല മനുഷ്യൻ കേട്ടോ. കം ടു കേരള. വില്ലേജിൽ നിന്ന് ഇറങ്ങി വീണ്ടും സാപ്പയിലേക്ക് പോവാട്ടോ. നല്ല രസമാണ് ഇങ്ങനെ ട്രെക്ക് ചെയ്യാൻ വേണ്ടി. ഇവിടെ ചെറിയ പൈസക്ക് വാഹനങ്ങൾ കിട്ടും കേട്ടോ. നമ്മുടെ ഇന്ത്യനെക്കാട്ടിയും ചീപ്പായിട്ട് ഗ്രാമങ്ങളിൽ ബൈക്ക് കിട്ടും കേട്ടോ പോകാൻ വേണ്ടി. അതായത് 20 രൂപ 30 രൂപ കൊടുത്താൽ നമുക്ക് പോവാം കേട്ടോ എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ പോയാൽ കണ്ടുമുട്ടാത്ത മനുഷ്യരെയും നല്ല സുന്ദരമായ കാഴ്ചകളും ഒക്കെ എനിക്ക് കിട്ടും കേട്ടോ. കുറച്ച് നേരം മല കയറിയപ്പോൾ എനിക്ക് കിട്ടിയ സ്ഥലം കണ്ടോ. നല്ല സന്തോഷം നൽകുന്നൊരിടം കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ഇതിന് മുഴുവൻ കാഴ്ചകൾക്ക് കാണിച്ചു തരാം. സൂര്യൻ എൻ്റെ കണ്ണിൽ ആകർഷിച്ച പാറക്കൂട്ടങ്ങളാണ്. അത് കണ്ടിച്ച് വന്നതാണ് കേട്ടോ. പക്ഷേ മോശമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ ടെൻ്റ് അടിച്ചൊരു 2-3 ദിവസം നിൽക്കാൻ വെച്ചൊരു സ്ഥലം. പക്ഷേ ഇത് ആരുടെ സ്ഥലമാണോ ഒന്നും എനിക്കറിയില്ല, പ്രൈവറ്റ് ലാൻഡാണോ ഒന്നും അറിയില്ല. അതുകൊണ്ട് വേറെ രാജ്യമല്ലേ, റിസ്ക് എടുക്കാൻ പറ്റില്ല, പേടിയാണ്. പിന്നെ തിരിച്ചു പോകാൻ പോലും പറ്റില്ല കേട്ടോ. എന്തെങ്കിലും ഇഷ്യൂ ആയാൽ അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സാറിലായിരുന്നു, കുറച്ച് സാധനവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എനിക്കിവിടെ ക്യാമ്പ് ചെയ്യായിരുന്നല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. നമുക്ക് മെല്ലെ മെല്ലെ തുടങ്ങാം, അതല്ലേ നല്ലത്. അങ്ങോട്ടൊക്കെ വില്ലേജ് ഉണ്ട് കണ്ടോ, അതൊക്കെ ഗ്രാമങ്ങളാണ് കാണുന്നത്. എന്താ രസമല്ലേ. മുന്നോട്ട് പോകും തോറും കാണുന്ന കാഴ്ചകൾക്ക് ഭംഗി കൂടുക കേട്ടോ. ഇത് നോക്കിയേ, ഇവിടെ ഞാൻ തനിച്ചാണ്. അങ്ങ് താഴെ കാണുന്ന പട്ടണം കണ്ടോ, അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. ഇനിയും 2 മണിക്കൂർ കൂടെ പോകണം. ഇതുവരെ ആയിട്ട് സാപ്പയിൽ എത്തിയിട്ടില്ല. എനിക്ക് വഴി മാറിയതൊന്നും അറിയില്ല കേട്ടോ. ഗ്രാമങ്ങളിലൂടെയുള്ള വഴിയാണ്. ഗൈഡിനെ വെച്ച് ഇവിടെ സഞ്ചരിക്കാൻ പറഞ്ഞതിൻ്റെ മെയിൻ കാരണം ഇതാണ്. കാരണം വലിയൊരു കാട് പ്രദേശമല്ലേ. പക്ഷെ എന്തായാലും എത്തും കേട്ടോ. കാരണം എനിക്കത് ശീലമായതുകൊണ്ട് ഞാൻ എങ്ങനെയും തപ്പിപ്പിടിച്ച് എത്തിക്കോളും. 15 കിലോമീറ്ററൊക്കെ കാണിക്കുന്നു കേട്ടോ. ആദ്യം ഇങ്ങോട്ട് താഴോട്ടേക്ക് വരുമ്പോൾ 6 കിലോമീറ്റർ ഉണ്ടായിരുന്നു, ഇപ്പം 15 കിലോമീറ്ററായി. സാരമില്ല. മുളങ്കാടുകളാണ് കേട്ടോ, മനോഹരമായ മുളങ്കാടുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. കിങ് കോങ് മൂവിയൊക്കെ കണ്ടിട്ടില്ലേ? കിങ് കോങ് മൂവിയിൽ കുറേ ആൾക്കാർ മുളേൻ്റെ അടിയിലൂടെ പോകുമ്പോൾ വലിയ ആനിമൽസൊക്കെ വരുന്നത് ആ ഒരു സീന് പോലെ തോന്നുന്നു കേട്ടോ. എന്തായാലും നോക്കാം, ഇനിയും നടക്കാം. അങ്ങനെ വീണ്ടും നടന്നൊരു ഗ്രാമത്തിലെത്തി കേട്ടോ. സൈഡിലൊക്കെ നോക്കിയ പൂക്കലുണ്ടോ,
കോടമഞ്ഞ് വന്നുകൊണ്ട് എല്ലാം മൂടി കിടക്കുക കേട്ടോ. ഇവിടെ ഒന്നും കാണുന്നില്ല, അങ്ങനത്തെ ഒരു ഇതാണുള്ളത് കണ്ടോ. ഗ്രാമത്തിലൂടെ പേടിക്കണ്ട, ഇനി ഇവിടുന്ന് 15 കിലോമീറ്റർ വെച്ച് നടന്നോളാം കേട്ടോ. അതായത് 2-3 മണിക്കൂർ എടുക്കും. സാറില്ല പോട്ടെ, ഞാൻ കയറി വന്നത് റോങ് വഴിയാണ്. സാറില്ല, ഒറ്റക്കാകുമ്പോഴത്തേക്ക് സ്വാഭാവികമല്ലേ.